നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം തൃപ്പയാറിൽ നടന്നു. ചേറ്റുവ പാലത്തിൽ മണൽ കുന്നുകൂടി കിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ വിവിധ സംഘടനകൾ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. മാറിവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നതെന്നും 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്നും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രവീൺ മോഹൻ. അടിസ്ഥാനപരമായി നമ്മുടെ ബിസിനസിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും നയങ്ങൾ തീരുമാനിക്കുന്നതും നമ്മുടെ സംഘടനയാണ്. ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ പല കമ്പനികളും രൂപീകരിച്ചു. പക്ഷെ അടിസ്ഥാനപരമായി ആ കമ്പനിയുടെ എല്ലാ നയങ്ങളെ സംബന്ധിച്ച് അന്തിമമായി തീരുമാനമെടുക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ അതിന്റെ ഏറ്റവും ഉയർന്ന ഘടകങ്ങളിൽ ആ കാഴ്ചപ്പാടും ആ അനുഭവവും ആ പരിചയവും ഉള്ള ആളുകൾ വന്നില്ല എങ്കിൽ അത് നമ്മുടെ കമ്പനികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമ്മേളനങ്ങൾക്ക് മറ്റെന്തിനേക്കാളും അതീവമായ പ്രാധാന്യമാണ്. തലമുറ മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. കുത്തക കമ്പനികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബ്രോഡ്ബാൻഡ് മേഖല മുന്നോട്ട് പോകുന്നത്. ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് നമ്മുടെ ഭാവി മേഖലയെ വിഭാവനം ചെയ്യേണ്ടത്. ഒരു കൺസ്യൂമർക്ക് ആവശ്യമായ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ എല്ലാ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് കേരള വിഷൻ മാറിയിട്ടുണ്ടെന്നും വെല്ലുവിളികളോടൊപ്പം അപാരമായ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ടെന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. തൃപ്പയാർ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മേഖലാ സമ്മേളനങ്ങളിൽ പ്രതിനിധിച്ചുകൊണ്ട് എല്ലാ സമ്മേളനങ്ങളിലും നടന്നിരിക്കുകയാണ്. അടുത്ത മാസം മലപ്പുറത്ത് തിരിഞ്ഞു നടക്കുന്ന സമ്മേളനത്തോടുകൂടിയാണ് നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈ ജില്ലാ സമ്മേളനം നടക്കുന്നതോടെ തൃപ്പയാറിൽ വെച്ച് നടക്കുമ്പോൾ ഒരു കാര്യം ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് 15 വർഷങ്ങൾക്ക് മുന്നാണ് തൃപ്പയാർ ഒരു ജില്ലാ സമ്മേളനം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 15 വർഷത്തിന് ശേഷം ഒരു കാലത്ത് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങളുടെ ഒരു മേഖലയായിരുന്നു തൃപ്പയാർ. ഇവിടെ നിന്നാണ് തുടങ്ങാൻ പറ്റുന്നത്. വളരെ സംഘടനയുടെ പരീക്ഷണ കാലഘട്ടത്തിൽ കടന്നുപോയൊരു സന്ദർഭമുണ്ടായിരുന്നു. ഞങ്ങളിത് തുടക്കം കുറിച്ച് ജില്ലയിലെ സംസ്ഥാനത്ത് വരുത്തിച്ചേർന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു എന്താ പറയുക ഒരു സംഘടിതമായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ,
സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, PB ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ ജേക്കബ് ജെറോം, MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, നാം ഈ കാലം വരെ ഒട്ടേറെ വെല്ലുവിളികളെയും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മേഖലയ്ക്കകത്ത് വളർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്ര സുഖകരമൊന്നുമല്ലായിരുന്നു. ഭാവിയിലും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മേഖലയ്ക്കകത്ത് വലിയ മത്സരവും കുത്തകകളുടെ കടന്നുകയറ്റവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിതിനെ കടന്നു പോകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. നിരവധി കേബിൾ ഓപ്പറേറ്റർമാർ അണിനിരന്ന വിളംബര ജാഥ തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പോളി ജംഗ്ഷനിൽ സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി PA ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ എന്നിവർ നേതൃത്വം നൽകി. സെൻസി ജിതേഷ് K വിജയൻ സ്മരണാർത്ഥം 7ാമത് കൈസൻ ചാമ്പ്യൻഷിപ്പ് തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ നടന്നു. സെൻസി ജിതേഷിന്റെ കുടുംബം ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. 600ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കരാത്തെ മുൻ ദേശീയ താരം രമ ഷൺമുഖദാസിനെ ആദരിച്ചു. കരാത്തെ അധ്യാപകരായ വിഷ്ണു, സുനിൽ BS, രജീഷ്, ശാന്തകുമാർ, സുമി വിശാഖൻ, പ്രശാന്ത് അതുൽകുമാർ, സുഭാഷ് ഭാസ്കർ, കൈസൻ കരാത്തെ അസോസിയേഷൻ ഡയറക്ടർമാരായ രാധേഷ് കൃഷ്ണ, ജംഷിദ്, മുകേഷ്, സീനിയർ അധ്യാപകൻ വിപിൻ KV എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുട്ടികളുടെ മത്സര നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കരാത്തെ 100 വർഷം പഴക്കമുള്ള ആയോധനകലയിലെ മത്സര വിഭാഗം ഏറ്റവും ഇന്ന് കേരളത്തിൽ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരവേദികളിൽ ഏറ്റവും വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന കരാത്തെ എന്ന ആയോധനകലയുടെ കൈസൻ കോജൂരി കരാത്തെ അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന 7ാമത് കരാത്തെ ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ഞങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട ബ്ലാക്ക് ബെൽറ്റ് സെൻസായി ജിതേഷിൻ്റെ വിയോഗത്തിൽ നമ്മുടെ സ്മരണാർത്ഥമാണ് ഇന്നിവിടെ കൈസൻ കപ്പ് ഒരുങ്ങിയത്. തളിക്കുളം SNV UP സ്കൂൾ 1982 ബാച്ച് വിദ്യാർത്ഥികളെ കൂട്ടായ്മ സ്നേഹക്കൂടാരത്തിന്റെ 2ാമത്തെ ഒത്തുചേരൽ ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ നടന്നു. സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും അഥവാ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഇന്ന് എത്രമാത്രമുണ്ട് എന്നുള്ളത് അതൊരു സംസാര വിഷയമാണ്. ആ ഒരു സ്നേഹബന്ധം ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അത് ഈ അധ്യാപകർക്കും അത് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ അധ്യാപകരോടുണ്ടായിരുന്ന ഒരു സ്നേഹ ബഹുമാനം, ഒരു ഭക്തി ബഹുമാനം ഇന്ന് എത്രമാത്രം നമ്മുടെ മക്കളുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ളത്
നമ്മൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്നേഹം കൂടുതൽ, എല്ലാ അർത്ഥത്തിലും ആ ഒരു സ്നേഹം കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അധ്യാപകരിൽ നിന്ന്, നമ്മുടെ ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, ആ ഒരു വാത്സല്യം, നമുക്ക് അങ്ങോട്ടുണ്ടാകുന്ന ഒരു ഭയ, ഭക്തി, ബഹുമാനം, ഇതൊക്കെ ആവോളം ആസ്വദിച്ചവരാണ് നമ്മളൊക്കെ. ഹരിദാസ് പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സുഗതൻ മുഖ്യാതിഥിയായി. രമണൻ സ്നേഹതീരൻ രചിച്ച പ്രണയിനി എന്ന കവിതാ പുസ്തകം പോൾസൺ താണിക്കൽ നൽകിക്കൊണ്ട് ചാക്കോടി അന്തിക്കാട് പ്രകാശനം നിർവഹിച്ചു. KG മനോജ്, ഷീജ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് നേടിയ ഷംസാദ് ബഷീറിനെയും മുഅത്തായി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ഏഷ്യൻ ഇൻഡോർ ഗെയിംസിന് യോഗ്യത നേടിയ സഫാൻ ഷാജിയെയും ചടങ്ങിൽ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്നതിനെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും KSKTU, BKMU കർഷക തൊഴിലാളി സംഘടനകൾ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. PK ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. KS ഷൈജു, MB മുകേഷ്, PM മധുലാൽ, രതി സുരേന്ദ്രൻ, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. അതിന്റെ നികുതി അപ്പോൾ കേന്ദ്ര സർക്കാരിന് പോകുന്നുണ്ട്. അതിൽ ഒരു 100 റുപ്യ നമ്മുടെ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ 70 റുപ്യയും കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരാണ്. ബാക്കി 30 റുപ്യാണ് സംസ്ഥാനത്തിന് കിട്ടുക. ആ 70 റുപ്യയിൽ ഒരു ചെറിയ ശതമാനം നമുക്ക് തന്നാൽ ഇതൊക്കെ നമ്മൾ നന്നായി നടത്താമെന്ന് പറഞ്ഞു. 100 വേണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. യഥാർത്ഥത്തിൽ 100-നും അർഹതയുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ. എന്തുകൊണ്ട്? കേരളത്തിൽ അങ്ങനെ വൻകിട വ്യവസായങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിലവിൽ ഉള്ള സാഹചര്യം വെച്ച കേന്ദ്രം കൊണ്ടുപോകുന്ന നികുതിയിൽ നിന്ന് ന്യായമായ വിഹിതം കേരളത്തിൽ നൽകിയാലാണ് നമുക്കതൊക്കെ നിർവഹിക്കാനാകുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, കൂലി കുടിശ്ശിക കൊടുത്തു തീർക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU, BKMUവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTU മണലൂർ ഏരിയ സെക്രട്ടറി KR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK സദാനന്ദൻ, ജനാർദ്ദനൻ മണ്ണുമ്മൽ, PK ചന്ദ്രൻ, DF ആൻഡ്രൂസ്, കൺവീനർ MR മോഹനൻ, KM സുബിൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലെടുക്കുന്ന ആ വീട്ടമ്മമാരെ അവരുടെ കണ്ണീര് പോലും കാണാത്ത ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇപ്പൊ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുക. എല്ലാ മേഖലകളിലും കോർപ്പറേറ്റ് വൽക്കരണമാണ് നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാനല്ല നോക്കുന്നത്, തൊഴിലുറപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് 6 മാസമായിട്ട് കുടിശ്ശിക കൊടുക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല, തൊഴിൽ സംരക്ഷണമില്ല. ആ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റാണ് ഇപ്പൊ നിലപാട് സ്വീകരിച്ചിരിക്കുക. ആ കുടിശ്ശിക കൊടുക്കുന്നില്ല. ഇപ്പൊ പറയുന്നത് എന്താ? പുതിയ ബില്ല് കൊണ്ടുവരുമ്പോ പറയുന്നത് എന്താ? ഞങ്ങള് 125 ദിവസം തൊഴിൽ കൊടുക്കുന്ന, അത് പൊള്ളയായ തീരുമാനമാണ്. ചേറ്റുവ പാലത്തിൽ കുന്നുകൂടി കിടക്കുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ ഭീഷണിയാവുകയാണ്. ചേറ്റുവ പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ കൊണ്ടുപോകുമ്പോൾ വലിയ ലോറിയിൽ നിന്ന് മണൽ ചോർന്നൊലിച്ച് പാലത്തിലെ ഇരുവശങ്ങളിലുമായി കൂടിക്കിടക്കുകയാണ്. ഇത് വാഹനയാത്രക്കാർക്ക് വൻ ഭീഷണി ഉയർത്തുന്നുണ്ട്. പാലത്തിലെ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് പോലുള്ള ചെറിയ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുമ്പോൾ മണൽക്കുന്നിൽ ടയർ വഴുതി തെന്നി വീഴാനും സാധ്യത ഏറെയാണ്. കൂടാതെ പാലത്തിലെ നടപ്പാത പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങിയാണ് നടക്കുന്നത്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും. ലോറിയിൽ നിന്ന് മണൽ ചോർന്നൊലിച്ച് റോഡിന്റെ ഇരുഭാഗങ്ങളിലും മണൽ കൂടിക്കിടക്കുന്നതിനാൽ ചേറ്റുവ മുതൽ ഏങ്ങണ്ടിയൂർ ആശാൻ റോഡ് വരെ രൂക്ഷമായ പൊടിശല്യമാണ്. പൊടിമൂലം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, കാൽനട യാത്രക്കാർ, സമീപ പ്രദേശത്തെ താമസിക്കുന്ന വീട്ടുകാർ, പ്രദേശത്തെ കച്ചവടക്കാർ എന്നിവർക്ക് ദുരിതമാണ്. മണൽ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും പാലത്തിലെ നടപ്പാതയിലെ തകർന്നു കിടക്കുന്ന സ്ലാബ് മാറ്റി സ്ഥാപിക്കണമെന്നും പാലത്തിലെ കുഴികൾ അടച്ച് കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. SFI കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പെരിഞ്ഞനത്ത് നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം P താജുദ്ദീൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PM നാഹിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി അമാൻ ഗഫൂർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാലിഖ് ഫസലുദ്ദീൻ, സംഘാടക സമിതി ട്രഷറർ KS ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 180 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ
ലോകത്തിനിടയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നിലനിൽക്കാൻ കഴിയുന്നത് ഇപ്പോഴും അമേരിക്കക്ക് വലിയ നിലയിൽ ആയുധ കച്ചവടം നടത്തിയാണ്. അമേരിക്കയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് മുതലാളിത്തത്തിനും സാമ്രാജ്യത്തിനും എല്ലാം ഇത്രയധികം അതിശുദ്ധം ലോകരാജ്യത്ത് വലിയ നിലയിൽ സാമ്പത്തികമായ ഉപരോധം ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കക്ക് മാത്രം ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ഗവേഷണവും പഠനവും എല്ലാം നടത്തുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ഉത്തരം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നത്, ആയുധ കേന്ദ്രങ്ങളുള്ളത് അമേരിക്കയാണ്. യഥേഷ്ടം മറ്റു രാജ്യങ്ങൾക്ക് ആയുധ കച്ചവടം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയും. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ KSKTUവിന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ മേഖലാ സെക്രട്ടറി PK പ്രേംരാജ് അധ്യക്ഷനായി. വാടനപ്പള്ളി മേഖലാ കമ്മിറ്റി സെക്രട്ടറി AP രാജൻ, നാട്ടിക ഏരിയ പ്രസിഡന്റ് KC സുധ, CPM വാടനപ്പള്ളി ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, VK മധു, തുളസി, കനക രാജൻ, സക്കീന എന്നിവർ സംസാരിച്ചു. ആളുകളെ പതുക്കെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് തന്നെയുണ്ട്. ഇങ്ങനെ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയുമൊക്കെ തന്നെ
ഒരു പരിധിവരെ ഗ്രാമീണ മേഖലയിൽ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായി ET ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ എടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു. ET ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ എടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു. ET ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ അഷറഫ്, സുധീഷ് മാഞ്ചാക്കൽ, TS സജീവൻ, TN അജയ്കുമാർ, NC പ്രശാന്ത്, KA കൊച്ചുമോൻ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ഹരി സൂചിപ്പിച്ച പോലെ വായനശാലകൾ അതിൻ്റെ അർത്ഥത്തിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിൻ പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നായി നിയമങ്ങൾ അനുസരിക്കുന്നവരായി, പ്രത്യേകിച്ച് ഒരാൾക്കും പ്രത്യേക പ്രാധാന്യമില്ലാത്ത എല്ലാവരും സമന്മാരായി നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതിനെന്തെങ്കിലും കുറവ് വന്നാൽ ആ കുറവുകൾ പരിഹരിക്കേണ്ടത് ആരാ? നമ്മളൊക്കെ തന്നെയാണ്. വാടനപ്പള്ളി ഏഴാങ്കലിന് സമീപം ദേശീയപാത ബൈപ്പാസിനോട് ചേർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോട് പൂർണ്ണമായും നികത്തി പെട്രോൾ പമ്പ് നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കനോലി കനാലിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടുന്നത് മൂലം ഈ പ്രദേശമൊട്ടാകെ വെള്ളക്കെട്ടിലാകുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നിർമ്മാണം നടത്താൻ ഇപ്പോൾ ശ്രമം നടക്കുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ജില്ലാ കളക്ടർക്കും ലീഗൽ സർവീസ് അതോറിറ്റി വഴിയും പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടുണ്ട്. നിർമ്മാണം മരവിപ്പിച്ച് കോടതി ഉത്തരവ് നിലവിലിരിക്കെ ഇത് ലംഘിച്ച് നിർമ്മാണം നടക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. ഞങ്ങളുടെ പരിസരത്ത് ഇതേപോലെ തന്നെ ഒരു പെട്രോൾ പമ്പിൻ്റെ പുതിയതായിട്ട് പെട്രോൾ പമ്പ് വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന തോടുകളും കാനകളും അതുപോലെ തന്നെ മൊത്തം അടയ്ക്കുകയും അവിടെ അനധികമായിട്ട് പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെള്ളപ്പൊക്കം നേരിടുകയും അതിനെതിരെ നമ്മൾ പഞ്ചായത്തിലും പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് കളക്ടർ തുടങ്ങിയ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും ഇതുവരെ അവിടെ അടച്ച തോട് തുറക്കുന്നതിനുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിക്കുന്ന ഒരു ഭാഗമായിട്ടുണ്ടായിട്ടില്ല. പരിസരവാസികൾ മൊത്തം വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ദോഷകരമായ രീതിയിലുള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വെള്ളം തീരെ കനാലിൽ നിന്ന് വെള്ളം പോകാത്തൊരവസ്ഥയും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ഇതിനെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും അദ്ദേഹത്തിന് എടുക്കുകയുണ്ടായിട്ടില്ല. കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിലാണ് ഇതുപോലുള്ള ഈ ഇങ്ങനത്തെ പെട്രോൾ പമ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുകളിൽ വലിയൊരു ബിനാമി തന്നെ ഇതിൻ്റെ മുന്നിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വളരെയധികം ഞങ്ങൾ താമസിക്കുന്നതും ജീവിക്കുന്നതും വളരെയധികം ഭീതിയോട് കൂടിയാണ്. ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ വരും വർഷക്കാലങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം, എല്ലാ ഭാഗത്തും ഉണ്ടാവണം. ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്, ലീഗൽ സർവീസിൽ പോയിട്ടുള്ളതാണ്. ഹൈക്കോടതിയിൽ നിലവിൽ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ താൽക്കാലിക വിധി നിലനിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ തോടിൽ പൊളിച്ചിട്ട് മതിൽ കെട്ടാൻ പോകുന്നത്. നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരുന്നു. 5 ആനകളോട് കൂടിയ പൂരം എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളവും നടന്നു.
തുടർന്ന് കാളകളി, നാസിക് ഡോൾ എന്നിവയുമുണ്ടായി. വൈകിട്ട് കലം മയക്കൽ, ദീപാരാധന, വർണ്ണമട, രാത്രി അത്താഴപൂജ, ദേവാനന്ദ മേളങ്ങൾ, കലാപരിപാടികൾ, മഹാഗുരുതി, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മാറാട്ട് മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ക്ഷേത്ര മഹോത്സവത്തിന് മുന്നോടിയായി ഗ്രീൻ പാർക്ക് കലാകായിക വേദിയുടെ ഗ്രാമദീപം സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 15ാമത് വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് അടിപ്പറമ്പിൽ ശ്രീ നാഗയക്ഷി സന്നിധിയിൽ നിന്നും പൂതനും തിറയും, തെയ്യം, ചെണ്ടുകാവടി, ശിങ്കാരിമേളം, പഞ്ചവാദ്യം എന്നീ കലാരൂപങ്ങളുടെയും താളമേളങ്ങളുടെയും താലപ്പൊലിയോടുകൂടിയും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ദീപനാളങ്ങളെ സാക്ഷി നിർത്തി ശ്രീ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. പ്രസിഡന്റ് സുബോധ് കുട്ടമത്ത്, സെക്രട്ടറി ശരത് ബാബു പാടത്തിൽ, ട്രഷറർ മുരളീധരൻ പാണപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക PN നിത്യകരയ്ക്ക് യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, PC മണികണ്ഠൻ, പ്രധാന അധ്യാപിക PN നിത്യകല, സ്റ്റാഫ് സെക്രട്ടറി KR ബൈജു, സീനിയർ അസിസ്റ്റന്റ് MR രാഖി, വലപ്പാട് AEO അമ്പിളി KV, PTA വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രസൂൺ, MPTA പ്രസിഡന്റ് വിൻസി, വികസന സമിതി വൈസ് ചെയർമാൻ KV സജീവ്, സ്കൂൾ ലീഡർ ശ്രാവൺ CS, സജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം, വിശപ്പും വിവേചനവും എന്ന പുസ്തകവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 15,000 രൂപയുടെ പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഞാൻ സ്കൂളിൽ ഇടപെടാനും ബന്ധപ്പെടാനും ചില കാര്യങ്ങൾ കൂടി വരാൻ എനിക്ക് സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ വരണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ കാലിന് അല്പം ഒരു അപകടസ്ഥിതി ഉള്ളതുകൊണ്ട് വരാൻ പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ
അധ്യാപകരും കിട്ടിയുമെന്ന് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിലൂടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. അതുമാത്രമല്ല, ദീർഘകാലം ഞാൻ ടീച്ചറോട് ചോദിക്കേണ്ടായി. 28 വർഷക്കാലം നമ്മുടെ സ്കൂളിനകത്ത് വിദ്യാഭ്യാസം നൽകിയ ടീച്ചറുടെ യാത്രയപ്പോൾ അത് വലിയ മഹനീയമായ ഒരു ചടങ്ങാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ രക്ഷിതാക്കളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രീതിയൊക്കെ പഴയകാല ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ജില്ലാ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി അനന്യസമേതം ജെൻഡർ അവബോധം അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് അധ്യക്ഷത വഹിച്ചു. നിഷ ജയതിലകൻ, അമലു സലീം എന്നിവർ ക്ലാസുകൾ നയിച്ചു. വാർഡ് മെമ്പർ ഷഹർബാൻ, തളിക്കുളം BPC ചിത്രകുമാർ TV, ഹെഡ്മിസ്ട്രസ് TG ഷീജ, CS ബേബി എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർപേഴ്സൺ സരിത രാജു അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷാമില സലീം സമ്മാന വിതരണം നിർവഹിച്ചു. പൂർവാധ്യാപകൻ ജോസഫ്, T വിനോദിനി, റീന MD, സജിത NC, സിന്ധു P, ശ്രീരാഗ് VK, സുജിത് KU, ധന്യ KS, സുമി TK എന്നിവർ നേതൃത്വം നൽകി. കവിയും ഗാനരചയിതാവുമായ സത്യൻ വഴിനടക്കൽ നിര്യാതനായി. 90 വയസ്സായിരുന്നു. അബുദാബി ശക്തി അവാർഡ് ജേതാവാണ്. ജീവൻ കലാവേദിയുടെ മുൻ പ്രസിഡന്റാണ്. പരേതയായ ചന്ദ്രമതിയാണ് ഭാര്യ. സുരേഷ് ബാബു, ചലച്ചിത്ര കലാ സംവിധായകൻ പരേതനായ സന്തോഷ് സത്യ, വഴിനടക്കൽ ബസ് സർവീസ് ഉടമ സഖേഷ്, സുരഭി, വാടനപ്പള്ളി ഫോട്ടോ വിഷൻ സ്റ്റുഡിയോ ഉടമ സുധീഷ്, സുരജ, സുമേഷ് എന്നിവർ മക്കളാണ്. അജിത, ശിവരഞ്ജിനി, നീന, പരേതനായ മോഹനൻ, ബിന്ദു, സജീവൻ, ശ്രുതി എന്നിവർ മരുമക്കളാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം തൃപ്പയാറിൽ നടന്നു. ചേറ്റുവ പാലത്തിൽ മണൽ കുന്നുകൂടി കിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ വിവിധ സംഘടനകൾ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.